53ാമത് കേരള സംസ്ഥാന ഫിലിം അവാർഡിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം, ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്, ബെസ്റ്റ് സിംഗർ തുടങ്ങിയ അവാർഡുകളൊക്കെ നേടിയെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ജിതിൻ രാജ് മലയാള കോമഡി ഡ്രാമ ചിത്രമായിരുന്നു പല്ലോട്ടി 1960 എന്നുള്ളത്. എന്തായാലും സിനിമ തിയേറ്റർ കാഴ്ചയിൽ നിന്ന് മിസ്സായ ഒരു ചിത്രമാണ്. ഇപ്പോൾ മനോരമ മാക്സിലൂടെ അവൈലബിൾ ആയി തുടങ്ങി. അങ്ങനെയാണ് കണ്ടതും. എന്തായാലും ഇന്ന് നമ്മൾ ഈ പല്ലോട്ടീനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ കഥ എന്നുള്ളത് ഏകദേശം 90കളുടെ കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞതൊരു 90s കിഡ്സിൻ്റെ കഥ തന്നെയാണ് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ. ഇതിൽ ആ ഒരു കാലഘട്ടത്തിൽ 2 കുട്ടി കഥാപാത്രങ്ങൾ, അവരുടെ പേരെന്നുള്ളത് ഒന്ന് കണ്ണൻ, അതുപോലെ തന്നെ കണ്ണനേക്കാളും ഒരു 1-2 വയസ്സേറെ പ്രായമുള്ള ഉണ്ണി എന്ന് പറയുന്ന അയൽവക്കക്കാരനും. ഇവർ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 90s കിഡ്സിനെ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് എന്തായിരുന്നു എന്നാണ് സിനിമയിലൂടെ മൊത്തത്തിൽ കാണിച്ചു തരുന്നത്. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമുക്ക് വളരെ നൊസ്റ്റാൾജിയ ഫീൽ നൽകുന്ന ഒന്ന് തന്നെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമീപകാലത്തൊക്കെ തന്നെ ഈ 90s കിഡ്സിനെ പറ്റിയൊക്കെ തന്നെ കുറേ സിനിമകൾക്ക് സമീപകാലത്ത് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നുമൊക്കെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ ഈ പല്ലോട്ടിയെ പറയാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കുള്ളിൽ ജിതിൻ രാജ്, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 90s കിഡ്സ് ആണെന്ന് തോന്നുന്നു, ഒരു 90-91 ജനിച്ച ആളെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസുകൾ എന്തായാലും കാണുമല്ലോ. അതൊക്കെ തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട്, കൺവീൻസിങ് ആയിട്ട്, ഡീറ്റെയിലിംഗ് ആക്കി കഥയിലൂടെ ഈ ഒരു സ്ക്രീനിലേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ കഥയിലൂടെ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് മൊമെൻറ്റ്സ് ആണ്. അത് സിനിമയിൽ ഓരോ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നൊസ്റ്റു അടിച്ചു പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും വകകളൊക്കെ അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അത്രയും ഡീറ്റെയിലിംഗ് ആക്കിയാണ് അദ്ദേഹം ഈ ഒരു ചെറിയ കഥ, അത് കുഞ്ഞി കഥയാണ്, വളരെ ഒരു ലളിതമായിട്ടുള്ള ഒരു കഥയാണ്, അതിനെ നല്ല നീറ്റായിട്ടാണ് അദ്ദേഹം സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചേട്ടാ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലോ, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുള്ളതാണല്ലോ, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണെന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഓരോ കാഴ്ചകളും നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഉമ്മ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകും, അതുപോലെ തന്നെ മറ്റേ ഉണ്ടക്കണ്ണുള്ള ഓമിനി വന്നു കഴിഞ്ഞാൽ, അതും സൈഡ് ഡോറുള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ ഓടി മാറിക്കണം. അതിൻ്റെ അകത്തുള്ളിൽ പിള്ളേരെ പിടുത്തക്കാരാണ്, അവരെ നമ്മൾ ഒന്ന് തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഒമിനി വണ്ടി വരുന്നത്. അത് മൊത്തത്തിലൊരു ചായ ഉണ്ടായിരുന്നു. ഒമിനി വാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ പിടുത്തക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ബൂമറ ചവയ്ക്കുന്നതിനൊന്നും കുഴപ്പമില്ല, ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോട്ട് ഡെഡ് ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അന്നത്തെ ഒരു നെക്സ്റ്റ് സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ഈ ഒരു സിനിമയിലൂടെ കണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ പോയി. നമ്മുടെ ആ ഒരു ലൈഫും അന്നുണ്ടായിരുന്ന ചിന്തകളും ഇതൊക്കെ വളരെ ഡീറ്റെയിലിംഗ് ആക്കിയാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്, ഇതൊന്നുമല്ല, ഒരുപാട് കിഡിലൻ മൊമെൻറ്റ്സ്, അതായത് നെസ്റ്റ് അടിക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ആണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. കൂടാതെ ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ വളരെ കൺവീൻസിംഗ് ആണ്, ഡീറ്റെയിലിംഗ് ആണ്. അതിന് ഈ കഥ അദ്ദേഹം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു എന്നതുപോലെ തന്നെ ആർട്ട് വർക്കേഴ്സ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ കോൺട്രിബ്യൂഷൻ പറയണം. കാരണം സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ ഏത് ഫ്രെയിം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എൻ്റെ വീടായിരുന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ പോയതാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാം. അങ്ങനെയുള്ള, അതും ഞാൻ പറഞ്ഞല്ലോ, ഒരു നാട്ടും പ്രദേശത്ത് ജനിച്ച ഒരാളാണ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളാണ് എങ്കിലാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് കൺവീൻസ് ആകുക. അത്രയും ഡീറ്റെയിലിംഗ് ആക്കിയാണ് ആ ഒരു ആർട്ട് വർക്കേഴ്സ് ഓരോ കാഴ്ചകളെയും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെയും സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും കൂടി ഒരു അവാർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല. അത്രയും ഹാർഡ് വർക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ നടത്തിയിട്ടുണ്ട്. കൂടാതെ ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്കൊക്കെ എടുത്തു പറയണം കേട്ടോ, ഗംഭീരമായിരുന്നു. അതിനെന്തോ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, സന്തോഷം. നല്ല രീതിയിലുള്ള ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒക്കെ തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ സിനിമാറ്റോഗ്രഫി കാഴ്ചയായിട്ട് ഇതൊക്കെ ഗംഭീരമായിരുന്നു. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി പറയേണ്ടത് സിനിമയ്ക്കുള്ളിൽ സൈജു കുറുപ്പുണ്ട്, അതുപോലെ തന്നെ ബാലു വർഗീസ് ഉണ്ട്, അർജുൻ അശോകൻ ഉണ്ട്. ഇങ്ങനെ നമുക്കറിയാവുന്ന കുറേ താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണൻ, ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് കണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഡാവിഞ്ചി സന്തോഷം എന്ന് പറയുന്ന ഒരു കുഞ്ഞി ആർട്ടിസ്റ്റാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നീരജ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു കുട്ടിത്താരമാണ്. ഇവന്മാരുടെ പ്രകടനം ഒരു രക്ഷയില്ല കേട്ടോ. അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തന്നെ അവരിലൂടെ കാണാൻ സാധിക്കും. അത്രയും നീറ്റായിട്ടാണ് ആ കുട്ടികൾ ആ കഥാപാത്രങ്ങളെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഇവരുടെ പ്രകടനം ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു കേട്ടോ. അത് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പല സിറ്റുവേഷനും ഷടാ ഇത് എന്നെപ്പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവനെ കാണുമ്പോൾ എന്നെപ്പോലെ ഉണ്ടല്ലോ, എൻ്റെ ഒരു സോം പോലെ തന്നെയാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള ഒരു കിഡിലൻ മൊമെൻ്റ് ഒക്കെ നൽകിയ കുറേ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയെന്ന് പറയാൻ സാധിക്കും. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്ക് ഈ സിനിമ 2K കിഡ്സിനൊക്കെ തന്നെ എത്രത്തോളം കൺവീൻസിങ് ആകും അവർ ഇതിൽ കാണിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയാവും. ഇതിലേക്ക് ഇപ്പോൾ എന്താ കാര്യം ഇരിക്കുന്നതെന്നൊക്കെ ഒരു പക്ഷേ ചോദിച്ചേക്കാം. പക്ഷേ 90s കിഡ്സ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതാണ് എൻ്റെ ലൈഫ്, ഇതായിരുന്നു എൻ്റെ ലൈഫ് എന്ന് നിങ്ങളൊരു 90% ആളുകളെങ്കിലും നിങ്ങൾ മനസ്സിൽ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു ഗംഭീര സിനിമ തന്നെയാണ് പല്ലോട്ടി 90s കിഡ്സ് എന്നുള്ളത്.
തീർച്ചയായിട്ടും കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്ക് ഈ കഥാപരിസരമൊക്കെ എനിക്ക് പേഴ്സണലി അത്രത്തോളം റിലേറ്റ് ചെയ്യാൻ സാധിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മുടെ ഒരു കുട്ടിക്കാലമൊക്കെ പോലെ തന്നെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതും ഞാൻ പറഞ്ഞില്ല, ഈ സമീപകാലത്ത് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള 1, 2, 3 ചിത്രങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. ഈ 90s കിഡ്സിനെ പറ്റിയൊക്കെ തന്നെ കഥ പറഞ്ഞ സിനിമകൾ. എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിരുന്നു സിനിമ എന്നുള്ളത്. സിമ്പിളായിട്ടുള്ള കഥയാണ്, സിമ്പിളായിട്ടുള്ള കഥയാണ്, പക്ഷേ ഒരു നന്മയുണ്ടായിരുന്നു. അതായത് സംവിധായകൻ ആ ഒരു കഥ അവതരിപ്പിച്ച് വന്നപ്പോഴത്തേക്കും നല്ലൊരു നന്മയുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10/7/5. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു റെക്കമെൻഡേഷൻ കൂടിയാണ് ഈ ഒരു സിനിമ. പിന്നെ ഫാമിലി ആയിട്ടിരുന്ന് കാണാം, കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇരുന്ന് കാണാൻ സാധിക്കുന്ന സിനിമയാണ്. എന്തായാലും മിസ് ചെയ്യാതെ തന്നെ കാണാത്തവർ കണ്ടു നോക്കുക. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.